T20 വേൾഡ് കപ്പ് നടക്കാൻ പോവാണ്. അപ്പൊ T20 വേൾഡ് കപ്പിൽ ആരൊക്കെയാണ് കളിക്കാൻ പോകുന്നത് എന്ന ഇന്ത്യൻ ടീമിന്റെ ലിസ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്നിപ്പോ ആ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ തൊട്ട് ഒരുപാട് പ്രശ്നങ്ങളും ആരോപണങ്ങളും ആ ടീമിന് ചുറ്റും വന്നുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് റിങ്കു സിംഗിനെ മനഃപൂർവ്വം ടീമിൽ നിന്ന് പുറത്താക്കി. റിങ്കു സിംഗ് എന്ത് തെറ്റാ ചെയ്തേ? ഉള്ളതിലെ പെർഫെക്റ്റ് ആയിട്ട് കളിക്കുന്നത് റിങ്കു സിംഗ് ആണ്. ഇപ്പൊ ഇവനൊക്കെ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ ആരും ചോദിക്കാനില്ല, അതുകൊണ്ടാണ് ഇവരൊക്കെ പുറത്താക്കിയത് എന്ന് കൃഷ്ണമാചാരി ശ്രീകാന്ത് പറയുന്നു. അതേപോലെ ബദ്രിനാഥ് ഇല്ലേ, അദ്ദേഹം എന്തോ പറയുന്നത് വെച്ചാല് നടരാജനേക്കാളും ബെറ്റർ ആയ ഒരു ബൗളർ ആരാണ് ഇപ്പോ നിലവിലുള്ളത്? 13 വിക്കറ്റ്സ് 7 മാച്ചിൽ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യൻ ടീമിൽ ആരും തന്നെ ഇത്രയും വിക്കറ്റ്സ് എടുത്തിട്ടില്ല ഈ ഫാസ്റ്റ് ബൗളേഴ്സിൽ. അങ്ങനെ ഉള്ളപ്പോ എന്തുകൊണ്ടാണ് ഈ നടരാജനെ സെലക്ട് ചെയ്യാത്ത എന്ന് ഇന്ത്യൻ ടീം പ്ലെയർ ആയ ബദ്രിനാഥ് പറയുന്നു. അതേപോലെ ശുഭ്മൻ ഗില്ലിനെ എന്തിനാണ് ഇവർ റിസർവ് ആയിട്ടായാലും വെച്ചേക്കുന്നത്? ശുഭ്മൻ ഗിൽ എന്ത് പെർഫോം ചെയ്തു? അദ്ദേഹത്തെക്കാളും കഴിവുള്ള ആൾക്കാരെയൊക്കെ വിട്ട് എന്തിനാണ് ഇദ്ദേഹത്തെ സെലക്ട് ചെയ്തേക്കുന്നത്? സിറാജിനെയൊക്കെ എന്തിനാ സെലക്ട് ചെയ്തത്? RCB പുറത്തിരുത്തുന്ന ഒരു പ്ലെയർ, RCB പോലും പുറത്തിരുത്തിയിരിക്കുന്ന ഒരു പ്ലെയറിനെ ഇന്ത്യൻ ടീം സെലക്ട് ചെയ്ത് പ്ലേയിങ് ലെവലിൽ വെച്ചേക്കുക. എന്താ ഇതൊക്കെ? ഇങ്ങനെ കുറെ ചോദ്യങ്ങളും ആരോപണങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ തൊട്ട്. ബട്ട് ഇപ്പോ അതിനെല്ലാം ആൻസേഴ്സ് കിട്ടി. അജിത് അഗർകാർ ആൻഡ് രോഹിത് ശർമ്മ ഇവർ രണ്ടുപേരും വേൾഡ് കപ്പ് ടീമിന്റെ സെലക്ഷനെ കുറിച്ച് പ്രസ് കോൺഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചോദിക്കുന്ന കുറെ ചോദ്യങ്ങൾക്ക് അവർ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. സോ എന്താണ് അവർ പറഞ്ഞത്? ഇപ്പോൾ ഉള്ള ക്രിറ്റിസിസംസ് എന്തൊക്കെയാണ്? ഇത് ഒരു പാർഷ്യൽ സെലക്ഷൻ ആണോ, ഒരു പൊളിറ്റിക്കൽ സെലക്ഷൻ ആണോ? ഇന്ത്യ ഇപ്പൊ ഇരിക്കുന്ന ഈ ടീമിനെ വെച്ചിട്ട് വരുന്ന വേൾഡ് കപ്പിൽ എങ്ങനെ പെർഫോം ചെയ്യാനാണ് ചാൻസ് ഉള്ളത്? എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ബട്ട് അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അതൊരു ചെറിയ കാര്യമാണ്, ഒരു ബട്ടൺ പ്രസ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ബട്ട് എനിക്ക് ഇതുപോലെ വീഡിയോസ് ഒക്കെ ഇടാൻ അതൊരു വലിയ മോട്ടിവേഷൻ തന്നെയാണ്. വെൽക്കം ടു ഹാരിസ് ടോക്സ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കാൻ പോവാണ്. അതിനുവേണ്ടി നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടിയിട്ട് അവർ സെലക്ട് ചെയ്തിരിക്കുന്ന ടീം പ്ലേയേഴ്സ് ഇല്ലേ, അതിൽ കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പ്രശ്നം റിങ്കു സിംഗ്. റിങ്കു സിംഗിന്റെ സ്ട്രൈക്ക് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് ഓസ്ട്രേലിയയിൽ പെർഫോമൻസ് ആയിക്കോട്ടെ, സൗത്ത് ആഫ്രിക്കയിലെ പെർഫോമൻസ് ആയിക്കോട്ടെ, റിങ്കു സിംഗ് എല്ലാ വിധത്തിലും ഒരു പെർഫെക്റ്റ് ആയ പ്ലെയർ ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനത്തെ റിങ്കു സിംഗ് ഇപ്പൊ വേൾഡ് കപ്പ് കളിക്കുന്ന ടീമിൽ ഇല്ല എന്ന് കേൾക്കുമ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിന് കൃഷ്ണമാചാരി ശ്രീകാന്ത് എന്തോ പറയുന്നത് വെച്ചാല് ആരെങ്കിലും ടീമിൽ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചോദിക്കാൻ ആരെങ്കിലൊക്കെ കാണും, ലൈക്ക് എക്സ് ക്രിക്കറ്റേഴ്സ് കാണും, അല്ലെങ്കിൽ പോളിറ്റീഷ്യൻസ് കാണും. ബട്ട് ഇവിടെ റിങ്കു സിംഗിന് അങ്ങനെ ആരും ഇല്ല. ഒരു വളരെ ഹംബിൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ് റിങ്കു സിംഗ്. അദ്ദേഹത്തിന്റെ അച്ഛന് ഈ ഗ്യാസ് ഒക്കെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ആ ജോലിയായിരുന്നു. സോ ആൾക്ക് വലിയ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പൊ റിങ്കു സിംഗിനെ സെലക്ട് ചെയ്തില്ലെങ്കിൽ ചോദിക്കാൻ ആരും വരത്തില്ല. അതുകൊണ്ട് റിങ്കു സിംഗിനെ സെലക്ട് ചെയ്തില്ല എന്ന് കൃഷ്ണമാചാരി ശ്രീകാന്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ബദ്രിനാഥ് പറയുന്നത് നടരാജനെയാണ്. നടരാജൻ 13 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട് 7 മാച്ചിൽ. നിങ്ങളിപ്പോ ടീമിൽ സെലക്ട് ചെയ്തിരിക്കുന്ന സിറാജ് ഇല്ലേ, സിറാജിന്റെ ICC റാങ്കിങ് നോക്കിക്കഴിഞ്ഞാൽ 80ക്കും പുറകിലാണ് ആളുടെ റാങ്കിങ് ഇരിക്കുന്നത്. അതായത് 80ാമത്തെ റാങ്കിങ്ങിനേക്കാളും പുറകിലാണ് സിറാജിന്റെ റാങ്കിങ് ഇരിക്കുന്നത്. സിറാജ് ഇതുവരെ ആകെപ്പാടെ ഒരു 6 വിക്കറ്റ് എങ്ങാണ്ടേ എടുത്തിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഇരട്ടിയാണ് നടരാജൻ എടുത്തിരിക്കുന്നത് വിക്കറ്റ്സ്. അത് മാത്രമല്ല, RCB സിറാജ് നേർജനെ കളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബെഞ്ചിൽ ഇരുത്തിയതാണ് ഇപ്പൊ നടക്കുന്ന ഈ IPL മാച്ചിൽ. അപ്പോ അവിടെ IPL നേർജനെ കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ച ഒരാളിനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സെലക്ട് ചെയ്തു. അപ്പൊ എന്തിനാണ് സിറാജിനെ സെലക്ട് ചെയ്തത്? അതിനേക്കാളും കഴിവുള്ള ആൾക്കാരൊക്കെ ഇല്ലേ? അതിനേക്കാളും എത്രയോ കഴിവുള്ള ആളാണ് നടരാജൻ. അറ്റ്ലീസ്റ്റ് റിസർവിലെങ്കിലും വെക്കാമായിരുന്നു. അതും ഇല്ല. അതിന് മേജർ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് സെലക്ട് ചെയ്തിരിക്കുന്ന ആ ബൗളേഴ്സ് ഇല്ലേ, അതിൽ മെജോറിറ്റി ബൗളേഴ്സും സ്പിന്നേഴ്സ് ആണ്. അപ്പോ ഇത്രയും സ്പിന്നേഴ്സ് എന്തിനാണ് എന്നതാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു വലിയ ചോദ്യം. ഈ ചോദ്യം ഡയറക്റ്റ് ആയിട്ട് രോഹിത് ശർമ്മയോട് തന്നെ ചോദിച്ചു. സർ, എന്തിനാണ് ഇത്രയും സ്പിന്നേഴ്സ്? ഫാസ്റ്റ് ബോളേഴ്സ് ആരും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രോഹിത് ശർമ്മയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഇല്ല, ഞങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്യാൻ ഒരു കാരണമുണ്ട്. ബട്ട് അത് ഞാൻ ഇപ്പൊ പറയത്തില്ല. കാരണം ഇപ്പോ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക, ഇത്രയും ക്യാമറസ് ഒക്കെ ഉണ്ട്, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു എനിക്ക് 2 സ്പിന്നേഴ്സിനെ വേണം എന്ന്. സോ ഇപ്പോ കാരണം എന്താണ് എന്ന് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. ഞങ്ങൾ മാച്ച് കളിക്കാൻ പോയതിനു ശേഷം പറയാം എന്ന് രോഹിത് ശർമ്മ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് റിങ്കു സിംഗിനെ കുറിച്ച് രോഹിത് ശർമ്മയോട് ചോദിച്ചപ്പോ ഇൻഫാക്ട് റിങ്കു സിംഗിനെ സെലക്ട് ചെയ്യാതെ പോയതാണ്
ഉള്ളതിലെ ഞങ്ങൾ എടുത്ത ഏറ്റവും ടഫസ്റ്റ് ഡിസിഷൻ. കാരണം അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഹീസ് പെർഫെക്റ്റ്. ബട്ട് ഞങ്ങൾ ഇപ്രാവശ്യം സഞ്ജു സാംസണിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഡൂബെ ഉണ്ട്, ജഡേജ ഉണ്ട്, അക്സാർ പട്ടേൽ. സോ ഇവരെല്ലാരും ഉള്ളപ്പോ റിങ്കു സിംഗിനെ സെലക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. കാരണം ആകെ ഇത്രയും പേരെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്രയും പ്ലേയേഴ്സിലെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്രയും സ്ലോട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറ്റാഞ്ഞ് എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ അവർ ഓപ്പൺ ആയിട്ട് പ്രസ് മീറ്റിലെല്ലാം പറഞ്ഞാലും ഇപ്പോഴും സോഷ്യൽ മീഡിയ മൊത്തവും റിങ്കു സിംഗിനെ സെലക്ട് ചെയ്യണമായിരുന്നു എന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത്. പിന്നെ അടുത്തത് സിറാജിനെ എന്തിനാണ് ടീമിൽ സെലക്ട് ചെയ്തത് എന്നത് എല്ലാവർക്കും ഉള്ള ഒരു വലിയൊരു ചോദ്യമാണ്. എന്റെ ഒരു ഒപ്പീനിയനിൽ ഈ ടീമിനെ കാണുമ്പോൾ ഫസ്റ്റ് രോഹിത് ശർമ്മ ഓഫ് കോഴ്സ് 100% ഇപ്പൊ നിലവിൽ ഹീസ് ദ ബെസ്റ്റ് ക്യാപ്റ്റൻ. നെക്സ്റ്റ് ജയ്സ്വാൾ, അദ്ദേഹം കുഴപ്പമില്ല, കാരണം ഇന്റർനാഷണലിലൊക്കെ നന്നായിട്ടൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോ IPL അത്ര നല്ലൊരു ഫോമിലല്ല, ബട്ട് ഹി വിൽ ബി ബാക്ക് ടു ഫോം. കോഹ്ലി കിങ് ആണ്, അത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സൂര്യകുമാർ യാദവ് ഒരു ഡീസന്റ് പെർഫോമർ ആണ്, ആള് പൊളിയാണ്, സൂപ്പറാണ് എന്നൊന്നും പറയാനില്ല. സൂര്യകുമാർ യാദവിന് പകരം വേറെ ആരെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, അവരിൽ വേറെ ആരെങ്കിലും ഒരാളെ റീപ്ലേസ് ചെയ്യായിരുന്നു. ബട്ട് യെറ്റ് ഫൈൻ. ഇത് എന്റെ ഒപ്പീനിയൻ മാത്രമാണ്. ദിസ് ഇസ് ഓൾസോ ഫൈൻ. പിന്നെ ഋഷഭ് പാണ്ട്, അദ്ദേഹത്തിന് ആക്സിഡന്റ് ആയി 1 വർഷം കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. എങ്ങനെയാണ് ഇദ്ദേഹത്തെ സെലക്ട് ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. IPL മാത്രം നോക്കി ഞങ്ങൾ സെലക്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്, എങ്കിലും ഹീ സ്റ്റിൽ ദെയർ. അടുത്തത് സഞ്ജു സാംസൺ. യെസ്, ഹീസ് വൺ ഡിസേർവിംഗ് പേഴ്സൺ. ഇതിൽ ഇപ്പോ സഞ്ജു സാംസൺ വരുമോ ഇല്ലയോ എന്ന സംശയമൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോ വന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ഹാർദിക് പാണ്ഡ്യ, യെസ്, ഗുഡ് സെലക്ഷൻ. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹീസ് ദ ബെസ്റ്റ് ഓൾറൗണ്ടർ എന്നേ ഞാൻ പറയത്തുള്ളൂ. ഡൂബെ കുഴപ്പമില്ല, ബട്ട് ഇന്റർനാഷണലിൽ എങ്ങനെ പെർഫോം ചെയ്യും എന്ന് വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. എന്തായാലും IPL ആള് നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ ജഡേജ ഇസ് ഡെഫിനറ്റ്ലി എ ഗുഡ് ചോയ്സ്. അത് കൂടാതെ അക്സൽ പട്ടേൽ, കുൽദീപ് യാദവ്, ചഹാലും ബുംറയും ഓക്കെയാണ് കേട്ടോ. എല്ലാവർക്കും ഉള്ള ഡൗട്ട് എനിക്കും ഉണ്ട് കേട്ടോ, ഈ ബൗളിംഗ് പ്ലേയേഴ്സിനെ വെച്ചിട്ട് നമുക്ക് വേൾഡ് കപ്പ് ജയിക്കാൻ പറ്റുമോ? കാരണം എല്ലാവരും സ്പിന്നേഴ്സ് ആണ്. സോ മോസ്റ്റ് ഓഫ് ദ ക്രിറ്റിസിസംസ് ബാറ്റിംഗിൽ റിങ്കു സിംഗും ബോളിംഗിൽ നടരാജനുമാണ്. പിന്നെ ഈ ടീം സെലക്ട് ചെയ്തതിൽ നമുക്ക് എന്തോരം എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ശരി, ഇവര് ടീമായിട്ട് ആ കളിക്കാൻ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോഴത്തേക്ക് അവർ ഇന്ത്യൻ ടീമാണ്, നമ്മളെല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ. ബട്ട് ഇപ്പോൾ ഈ പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്തതിനു ശേഷം ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായിരുന്നു എന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇപ്പോൾ ഈ ടീമിനെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് എന്നത് കമന്റ് സെക്ഷനിൽ പറയുക. അതേപോലെ ഈ ക്രിക്കറ്റിന്റെ കട്ട ഫാൻസ് ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിലുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.